ടോവിച്ചേട്ടൻ എന്ന പേഴ്സൺ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിലാണ്. പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇടപഴകുന്നത്, പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്നുള്ള ഏതൊരു ഫീലിങ്സും നമുക്ക് എവിടെയും കിട്ടില്ല. ഒരു ചേട്ടൻ ആ ഒരു വൈബിലാണ് പുള്ളി വർക്ക് ചെയ്യുക. ഞാൻ മാസ്റ്ററിലാണ് തുടങ്ങിയത്. അപ്പോൾ മാസ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് അവിടെയാണെങ്കിലും കോളേജിൽ സിൽവ മാസ്റ്റർ കൂടെ സ്റ്റണ്ട് ചെയ്യാൻ പറ്റി. മലയാളത്തിലേക്ക് ഞാൻ ആദ്യം സിനിമ സെറ്റ് എന്ന് വെച്ച് കാണുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബാണ്. വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ചേരൻ സാറ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ആ സീൻ എന്താ നോക്കി പുള്ളി അവിടെ ഇരിക്കും. പുള്ളി ആരോടും അധികം സംസാരിക്കത്തില്ല. ഫഹദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. വിജയ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ട്. നേരിട്ട് കാണുന്ന സമയത്ത് ചില ആർട്ടിസ്റ്റ് ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുന്നു. അതായത് ഒന്നുമില്ലല്ലോ ഇതെന്താണെന്ന് തോന്നും. ബട്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു എഡിറ്റിൻ്റെ കൂടെ നോക്കുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡബിങ്ങിൽ ചെയ്യുന്ന സമയത്ത് റീക്രിയേറ്റ് ചെയ്ത് ആ സീനിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുക എന്നൊരു കാര്യമുണ്ട്. ബട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ ചെയ്തു വെച്ച സീനിനെ തന്നെ വീണ്ടും അവരൊന്നുകൂടെ എലവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ ഞാൻ വീണ്ടും ഡബിങ് സ്റ്റുഡിയോയിൽ പോയി. അവിടെ തന്നെ കിടപ്പായി. എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചു, നീ എന്താ ഇവിടെ പണിയെല്ലാം തുടങ്ങിയോ? നമുക്കൊരു സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ ചിലപ്പോൾ പുതിയതായിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അവർ നോക്കുവോ, എങ്ങനെ കംഫർട്ട് സോണിൽ വെക്കുമോ, നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് കുറേ സെറ്റിൽ വരാറുണ്ട്. പക്ഷേ നരിവേട്ടയിൽ ഞാൻ പോയി ഇതെല്ലാം ബ്രേക്ക് ആയ ഒരു സെറ്റായിരുന്നു നരിവേട്ട. ഈ ഒരു ക്യാരക്ടർ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് റിജക്റ്റ് ആയി പോയ ക്യാരക്ടറാണ്. അവരെന്നോട് പറയുന്നുണ്ട്, ഇത് ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് പോയ ക്യാരക്ടറാട്ടോ, അപ്പം നിങ്ങളിനി ചെയ്തിട്ട് പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ പോകുന്നത്. പിന്നെ വേടൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് എല്ലാ മക്കളെയും സ്നേഹിക്കുന്ന, മക്കളെ എന്ന് വിളിക്കുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു പേഴ്സണായിരുന്നു.